Today we are going to discuss about the methods are using for coagulation. For coagulation വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന methods ആണ് പറയുന്നത്. 4 methods ആണ്: electrophoresis, persistent dialysis, addition of an oppositely charged salt, then addition of electrolytes. അപ്പോൾ electrophoresis എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കും അതുപോലെ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്സും മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോഫോറസിസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ കൊയാഗുലേഷൻ നടക്കും. അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ എല്ലാ ചാർജസും അവിടെ ഇലക്ട്രോഫോറസിസ് നടന്നാൽ എല്ലാ ചാർജസും ഗീവ് അപ്പ് ചെയ്യും. അവിടെ അഗ്രിഗേഷൻ നടക്കും. ദെൻ അഗ്രിഗേഷൻ നടന്നിട്ട് അവിടെ പ്രസിപ്പിറ്റേഷൻ നടന്നാൽ അത് കൊയാഗുലേഷന് കാരണമാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ഇലക്ട്രോഫോറസിസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആർസീനിയം സൾഫൈഡ്, അതുപോലെ FeOH, ഫെറിക് ഹൈഡ്രോക്സൈഡ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി പെർസിസ്റ്റന്റ് ഡയാലിസിസ്. പെർസിസ്റ്റന്റ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, കൊളോയിഡൽ സൊല്യൂഷന് നമ്മൾ ഡയാലിസിസ് ചെയ്യും, അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ എന്താവും? അവിടെ അഗ്രിഗേഷൻ നടക്കാൻ തുടങ്ങും അല്ലേ? അത് ഡീസ്റ്റെബിലൈസ് ചെയ്യും, അവിടെ അഗ്രിഗേഷൻ നടക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ അഗ്രിഗേഷൻ നടന്നിട്ട് അവിടെ കൊയാഗുലേഷന് കാരണമാവും. അതുപോലെ അഡീഷൻ ഓഫ് ആൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രൽ റിയാക്ഷൻ നടക്കും. ന്യൂട്രൽ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. then അഗ്രിഗേഷൻ സംഭവിച്ചിട്ട് അവിടെ കൊയാഗുലേഷന് കാരണമാകും. അതുപോലെ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റുള്ള അയോൺസ് വന്നിട്ട് അവിടെ ന്യൂട്രൽ റിയാക്ഷൻ നടക്കും. നേരത്തെ പോലെ തന്നെ അഗ്രിഗേഷൻ നടന്നിട്ട് കൊയാഗുലേഷന് കാരണമാകും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഹാർഡി-ഷൂൾസ് റൂൾ ആണ്. അത് coagulation capacity of an electrolyte depends upon the valence of ion responsible for causing coagulation. അപ്പോൾ നമ്മൾ coagulation capacity പറയുന്നതിനുള്ള ഒരു റൂളാണ് ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസിന്റെ വാലൻസിയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വാലൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൊയാഗുലേഷൻ പവർ കൂടും. The ion responsible for causing coagulation is the one which carries charge opposite to that present on colloidal particles. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള അയോൺസ് ആണ് നമ്മൾ കൊയാഗുലേഷനും കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിന്റെ വാലൻസി കൂടുന്നതിനനുസരിച്ച് greater the valency, greater the coagulating power. The greater is the valence of the oppositely charged ion of the electrolyte added to a colloidal solution, the faster is the coagulation of the colloidal solution. അപ്പോൾ നമ്മൾ വാലൻസി കൂടിയ അയോണാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കൊയാഗുലേഷന്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റിലുള്ള ഒരു ഭാഗമാണ് ഹാർഡി-ഷൂൾസ് റൂളിന്റെ. Schulz law state that the greater the valency of the ion bearing a charge opposite to that on salt particles, the greater is its power to cause coagulation. അപ്പോൾ നമ്മൾ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള സോളിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ Na+, Ba2+, Al3+, അതിൽ Al3+ലാണ് വാലൻസി കൂടുതലുള്ളത്. അപ്പോൾ വാലൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടും. അപ്പോൾ അലൂമിനിയം 3+ലാണ് കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലുള്ളത്. അതുപോലെ കൊയാഗുലേറ്റിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ലൈക്ക് FeOH റൈസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് സോള് FeOH റൈസിനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് വേണ്ടത്. അപ്പോൾ Cl-, SO4 2-, PO4 3-, FeCN6 4-. അപ്പോൾ FeCN6 4-നാണ് വാലൻസി കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പവർ ഓഫ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്ലക്യുലേഷൻ വാല്യൂ ആണ്. എന്താണ് ഫ്ലക്യുലേഷൻ വാല്യൂ? ദ കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് its flocculation value, which may be defined as the minimum concentration of an electrolyte required to cause the coagulation of a salt.
അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ മിനിമം കോൺസെൻട്രേഷൻ റിക്വയർഡ് ടു കോസ് കൊയാഗുലേഷൻ ഓഫ് സോള്. അപ്പോൾ ഒരു സോള് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെ പറയുന്ന പേരാണ് ഫ്ലൊക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. എ സ്മോളർ ഫ്ലൊക്കുലേഷൻ വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദ ഗ്രേറ്റർ ദി കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഫ്ലൊക്കുലേഷൻ വാല്യൂ കുറവാണെങ്കിൽ അതിൻ്റെ കൊയാഗുലേറ്റിംഗ് പവർ ഗ്രേറ്റർ ആയിരിക്കും. Coagulating power is inversely proportional to flocculation value. The coagulation of colloidal solution can also be achieved by any of the following methods. അല്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ആണിത്. ബൈ ഇലക്ട്രോഫോറസിസ്, ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി സോൾട്സ്, ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആൻഡ് ഗോൾഡ് നമ്പർ. Covering up of lyophobic particles by lyophilic particles is known as its protective action, and such colloids are called protective colloids. അപ്പോൾ ലയോഫോബിക് പാർട്ടിക്കിൾസിനെ നമ്മൾ ലയോഫിലിക് പാർട്ടിക്കിൾസ് ആയിട്ട് കവർ ചെയ്യും. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മൾ കൊയാഗുലേഷന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ലയോഫോബിക് പാർട്ടിക്കിൾസിനെ ലയോഫിലിക് പാർട്ടിക്കിൾസ് ആയിട്ട് കവർ ചെയ്യും. നമുക്കറിയാം ലയോഫോബിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്, ലയോഫിലിക് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലയോഫിലിക് പാർട്ടിക്കിൾസ് കൊണ്ട് ലയോഫോബിക് പാർട്ടിക്കിൾസിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ആണ് നടത്തുന്നത്. ഇങ്ങനെയുള്ള കൊളോയിഡ്സിനെ നമ്മൾ പറയുന്നത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന്. അപ്പോൾ ഇവിടെ ലയോഫോബിക് പാർട്ടിക്കിൾസ് ആണിത്, അത് ലയോഫിലിക് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാണ്, അല്ലേ, കവറിങ് നടത്താണ്. അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ആണ് നടത്തുന്നത്. അപ്പം ഇനി ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡ് നമ്പർ ഈസ് എ ഡിഫൈൻഡ് ആസ് amount of protective salt that will prevent the coagulation of 10 ml of a gold solution on the addition of 1 ml of 10% sodium chloride solution. അപ്പോൾ നമ്മൾ 10 ml ഗോൾഡ് സൊല്യൂഷനിലേക്ക് 1 ml 10% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പം അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോളാണ്, അതിനെയാണ് നമ്മൾ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ the amount of protective salt that will prevent the coagulation of 10 ml of a gold solution on the addition of 1 ml of 10% sodium chloride solution. അതിനെ നമ്മൾ ഗോൾഡ് നമ്പർ എന്ന് പറയും. സ്മാളർ ദി ഗോൾഡ് നമ്പർ ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. ഗോൾഡ് നമ്പർ കുറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് പവർ കൂടുകയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ലയോഫിലിക് കൊളോയിഡും ഗോൾഡ് നമ്പറും ഇവിടെ ചില ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ ഗോൾഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജലാറ്റിന്, എഗ് ആൽബുമിന്, ഗം അറബിക്ക്, പൊട്ടാറ്റോ സ്റ്റാർച്ച്. അപ്പോൾ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ജലാറ്റിനാണ്, ഏറ്റവും കൂടുതൽ പൊട്ടാറ്റോ അല്ലെങ്കിൽ സ്റ്റാർച്ചിനാണ്. അപ്പോൾ ഏറ്റവും കുറവായതുകൊണ്ട് തന്നെ അതിന് ഹൈ പ്രൊട്ടക്റ്റീവ് പവർ ആയിരിക്കും ജലാറ്റിന്. ഓക്കെ, അപ്പോൾ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് സോൾട്ട് ദാറ്റ് വിൽ പ്രിവെന്റ് ദി കോയാഗുലേഷൻ ഓഫ് 10 ml of gold solution on the addition of 1 ml of 10% sodium chloride solution. Okay. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ആപ്ലിക്കേഷൻ ഓഫ് കൊയാഗുലേഷൻ ആണ്. അതിൽ 4 ആപ്ലിക്കേഷനാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് റബ്ബർ, ഇൻഡസ്ട്രിയൽ സ്മോക്ക് പ്രസിപിറ്റേഷന്, സീവേജ് വാട്ടർ ഡിസ്പോസൽ ആൻഡ് ഡെൽറ്റ ഫോർമേഷൻ ഇൻ നേച്ചർ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് റബ്ബർ, അതെങ്ങനെയാണ് പറയാം? പ്രൊഡക്ഷൻ ഓഫ് റബ്ബർ എന്ന് പറയുന്നത്, അതിൽ റബ്ബർ ലാറ്റക്സ് എന്ന് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്, കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അതിൽ നമ്മൾ കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ഫോമിക് ആസിഡ്, അതുപോലെ അസറ്റിക് ആസിഡ് ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ അവിടെ കൊയാഗുലേറ്റിംഗ് നടന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത്? നമുക്ക് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ റബ്ബർ ലാറ്റക്സ് നിന്ന് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ സ്മോക്ക് പ്രസിപിറ്റേഷൻ. അപ്പോൾ സ്മോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? കാർബൺ കണ്ടന്റ് ആണ്. കാർബൺ കണ്ടന്റ്, ചാർജ്ഡ് കാർബൺ കണ്ടന്റ് ആണ്. അപ്പോൾ ഈ കാർബൺ കണ്ടന്റ് റിമൂവ് ചെയ്താൽ നമുക്ക് പ്യുവർ എയർ ആയിട്ട് കിട്ടും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോട്രൽ സ്മോക്ക് പ്രസിപിറ്റേറ്റർ തന്നെ. അതിൽ ഇലക്ട്രോഫോററ്റിക് മോഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കാർബണിനെ പ്രസിപിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എയർ കാർബണും സെപ്പറേറ്റ് ആവും. അതിനെ നമുക്ക് എയർ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കാർബൺ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻഡസ്ട്രിയൽ സ്മോക്ക് പ്രസിപിറ്റേഷൻ. ഇനി നമുക്ക് സീവേജ് വാട്ടർ ഡിസ്പോസൽ. എന്താണ് സീവേജ് വാട്ടർ ഡിസ്പോസൽ എന്ന് പറയുന്നത്? നമുക്കറിയാം സീവേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഡേർട്ട്, ഡസ്റ്റ്, മഡ്, ഗാർബേജ് ഇതൊക്കെ പറഞ്ഞ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇത് ചാർജ്ഡ് ആണ്. നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഇതിനെ നമ്മൾ വലിയ ടാങ്കിലേക്ക് പാസ് ചെയ്തിട്ട്
അതിൽ ഹൈ വോൾട്ടേജുള്ള ഇലക്ട്രോഡ്സ് അപ്ലൈ ചെയ്യും. ഇലക്ട്രോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോഫോറസിസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോഫോറസിസ് നടന്നിട്ട് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോൺസ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അവിടെ കൊയാഗുലേഷൻ നടക്കും. കൊയാഗുലേഷൻ നടന്നിട്ട് സീവേജ് വാട്ടറിലുള്ള ഗാർബേജസ് എല്ലാം താഴേക്ക് സ്ലഡ്ജായിട്ട് താഴേക്ക് നമ്മൾ ബോട്ടത്തിൽ അടിഞ്ഞുകൂടും. ബാക്കിയുള്ള വാട്ടർ നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും, ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് സീവേജ് വാട്ടർ ഡിസ്പോസൽ. ഇനി അടുത്തത് ഡെൽറ്റ ഫോർമേഷൻ ആണ്. എന്താ ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ റിവറിൽ നിന്ന് അല്ലേ, റിവറിൽ നിന്ന് അപ്പോൾ റിവറിൻ്റെ മൗത്തിൽ എന്തൊക്കെയാണ്, ക്ലേ പാർട്ടിക്കിൾസ്, അതുപോലെ ഡസ്റ്റ്, പിന്നെ മഡ്, ഇവയെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡെൽറ്റ എന്ന് അല്ലേ, ഡെൽറ്റ ഫോർമേഷൻ. അപ്പോൾ ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിവറിലുള്ള ക്ലേ പാർട്ടിക്കിൾസ്, അതുപോലെ മഡ്, അതുപോലെ ഇമ്പ്യൂരിറ്റീസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. കൊയാഗുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, നമ്മൾ സീ വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ. സീ വാട്ടറും സീയും റിവറും കൂടെ ചേർന്ന ഭാഗത്താണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സീ വാട്ടറും റിവറും കോണ്ടാക്ട് ചെയ്യുമ്പം അവിടെ ഇലക്ട്രോലൈറ്റ്സ് ഡിസോൾവ് ചെയ്യും. അവിടെ കൊയാഗുലേഷൻ സംഭവിച്ചിട്ട് അവിടെ പ്രസിപ്പിറ്റേഷൻ വരും. ആ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഡെൽറ്റയാണ് രൂപപ്പെടുന്നത്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, റിവറിൽ ഉണ്ടാകുന്ന മഡ്, ക്ലേ, അതുപോലെ ഇമ്പ്യൂരിറ്റീസ്, എല്ലാ കാര്യങ്ങളും കൂടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ റിവർ വാട്ടറും സീ വാട്ടറും കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തിട്ട് കൊയാഗുലേഷൻ സംഭവിക്കും. അവിടെ ഡെൽറ്റ ഫോം ചെയ്യും. ഓക്കെ കൊളോയിഡ്സിലുള്ള നെക്സ്റ്റ് പാർട്ടാണ് എമൽഷൻസ്. അപ്പോൾ ടൈപ്സ് ഓഫ് എമൽഷൻസ് ആണ് ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസും വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസും. A colloidal system in which both dispersed phase and dispersion medium are liquids is known as emulsions. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ്സ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, എമൽഷൻസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രീം, ബട്ടറൊക്കെ എമൽഷൻസിന് എക്സാമ്പിളാണ്. ഓയിൽ ഇൻ വാട്ടർ ആണെങ്കിൽ ക്രീം, അതുപോലെ വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ ബട്ടർ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് എമൽഷൻസ് ഉള്ളത്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസും വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസും. അപ്പോൾ എമൽഷൻസ് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഓയിൽ ഫേസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, അതിനെ നമ്മൾ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് പറയും. അതുപോലെ വാട്ടർ ഫേസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ, അതിനെ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസ് പറയും. എക്സാമ്പിൾ നമ്മൾ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇൻ വാട്ടർ ആണെങ്കിൽ വാട്ടർ ആണ് എന്ത് ഡിസ്പേഴ്സ്ഡ് മീഡിയം, ഓയിലാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഇതിൽ ഓയിലാണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം, വാട്ടറാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ oil in water and water in oil emulsions. Water is the dispersion medium, അതാണ് OW. അതുപോലെ oil in dispersion medium ആണ് WO. Oil is the dispersed phase, then water is the dispersed phase. Next, non-greasy and easily removable from the skin surface. Greasy and not water washable. Not water washable ആയിരിക്കും water in oil emulsion. Next, used externally to provide cooling effect. Example, vanishing cream. Externally ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് കൂളിംഗ് ഇഫക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. വാനിഷിംഗ് ക്രീംസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. യൂസ്ഡ് എക്സ്റ്റേണലി ടു പ്രിവെൻറ്റ് ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ദി സർഫസ് ഓഫ് സ്കിൻ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് കോൾഡ് ക്രീം. അപ്പോൾ കോൾഡ് ക്രീമൊക്കെ നമ്മൾ വാട്ടർ ഇൻ ഓയിൽ എമൽഷന് എക്സാമ്പിളാണ്. അത് എക്സ്റ്റേണലി ആയിട്ട് യൂസ് ചെയ്യും, പ്രിവെൻറ്റ് ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ദി സർഫസ് ഓഫ് സ്കിൻ. വാട്ടർ സോല്യൂബിൾ ഡ്രഗ്സ് ആർ more quickly released from oil in water emulsion. Oil soluble drugs are more quickly released from water in oil emulsions. Okay, അപ്പോൾ ഡ്രഗ്സിൻ്റെ കേസിൽ വാട്ടർ സോല്യൂബിൾ ഡ്രഗ്സ് ആർ മോർ ക്വിക്ക്ലി റിലീസ്ഡ് ഫ്രം ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. അതുപോലെ തന്നെ ഓയിൽ സോല്യൂബിൾ ഡ്രഗ്സ് ആർ മോർ ക്വിക്ക്ലി റിലീസ്ഡ് ഫ്രം വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസ്. അപ്പം അതിൻ്റെ ഡിഫറൻസസുമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് എമൽഷൻ, അതിൽ രണ്ട് ടൈപ്സ്, അതിൻ്റെ ഡിഫറൻസസ്. ഓക്കെ.